ചതിക്കുന്ന സ്ത്രീകളെ രണ്ടു കാര്യങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയും. ഒന്ന്, നിങ്ങൾക്ക് നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളിൽ അവൾ ആശങ്ക പ്രകടിപ്പിക്കും. നിങ്ങൾക്ക് വളരെ നിസ്സാരമായ പരിക്കു പറ്റിയാൽ അവൾ കരയും. ഒരു കാര്യം തെറ്റായി തോന്നിയാൽ രണ്ട് തരത്തിൽ ചിന്തിക്കുക. വ്യക്തി പ്രധാനമാണെങ്കിൽ കാര്യം മറക്കുക. കാര്യം പ്രധാനമാണെങ്കിൽ വ്യക്തിയെ മറക്കുക. പ്രാർത്ഥനകളിൽ ആത്മവിശ്വാസവും പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ പ്രതിസന്ധികളെ നമ്മൾ മറികടക്കുക തന്നെ ചെയ്യും. ലൈഫിൽ വൈകി വരുന്ന തിരിച്ചറിവുകളാണ്. ഒന്ന്, പ്രധാനപ്പെട്ട കാര്യങ്ങളെ നീട്ടിവെച്ചതുകൊണ്ട് അത് ചെയ്യാൻ പറ്റാതെ വന്ന കുറ്റബോധം. രണ്ട്, നല്ലൊരു അവസരം വന്നപ്പോൾ ആലോചിച്ചു സമയം കളഞ്ഞ് ആ അവസരം കിട്ടാതെ പോയത്. മൂന്ന്, അച്ചടക്കം നിയന്ത്രണം അന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. നാല്, വെറുതെ നടന്ന് കളഞ്ഞ സമയം നന്നായി ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ന്. അഞ്ച്, നന്നായി ഞാൻ പ്ലാൻ ചെയ്ത് ജീവിച്ചിരുന്നുവെങ്കിൽ എന്നുള്ളത്. ആറ്, ഓരോരോ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്തിരുന്നുവെങ്കിൽ എന്നുള്ളത്. പോരായ്മകളെ ഓർത്ത് ദുഃഖിക്കേണ്ട, അതാത് ജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത്. പ്രകടനം മോശമായതുകൊണ്ട് ആരും ഒന്നിനും കൊള്ളാത്തവരാകില്ല. മറിച്ച് വിജയത്തിനായി വേണ്ടത്ര പരിശ്രമിച്ചില്ല എന്ന് മാത്രം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാലാണ് യഥാർത്ഥ തോൽവിയും. തോൽവികളുടെ അതിജീവനമാണ് കണ്ടുപിടുത്തങ്ങളുടെ ജനനവും ആകുന്നത്. ഒരു മനുഷ്യന് 3 ഭാഷകൾ ഉണ്ടായിരിക്കണം. എന്നയാൾക്ക് അടുപ്പമുള്ളവരോട് അവരോട് സംസാരിക്കുന്നത്, മറ്റൊന്ന് കാണുന്നവരോട് സംസാരിക്കുന്നത്, വേറൊന്ന് സ്വയം സംസാരിക്കുന്നത്. ഏറ്റവും ചെറിയ വിത്തിൽ പോലും സൂര്യനിലേക്ക് എത്തണമെന്ന തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമേറിയ പാറയ്ക്ക് പോലും വഴി കൊടുക്കേണ്ടി വരും. ഓർമ്മ വെക്കുക, ഇച്ഛാശക്തി ഉള്ളിടത്ത് ജീവിതമുണ്ട്. നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് അമ്മയാണെന്ന് മറക്കരുത്. ഏറ്റവും മോശം അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നല്ല നിമിഷങ്ങൾ മനസ്സിലാക്കുന്നതും നല്ല മനുഷ്യരെ തിരിച്ചറിയുന്നതും. തീയിൽ തൊടുമ്പോഴാണ് വെളിച്ചം മാത്രമല്ല വേദനയും തരും എന്ന് മനസ്സിലാക്കുന്നത്. ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല, അത് മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. ചിറകൊടിഞ്ഞ ഒരു പക്ഷിയും പറക്കാൻ നിന്നിട്ടില്ല എന്നോർത്ത് തല തല്ലി ചത്തിട്ടില്ല. ആട്ടിയോടിച്ചതിൻ്റെ പേരിൽ അപമാനഭാരത്താൽ ഒരു കാക്കയും ആത്മഹത്യ ചെയ്തിട്ടില്ല. പരിക്കുപറ്റിയ ഒരു മൃഗവും പരാജയബോധത്താൽ ഇര തേടാതിരുന്നിട്ടില്ല. പിന്നെന്തിന് മനുഷ്യരായ നാം മാത്രം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടണം? വീണുപോയെന്ന് തോന്നുമ്പോഴൊക്കെ വീരത്തോടെ തന്നെ നടക്കണം. വീഴ്ചയിൽ നിന്ന് തന്നെയാണ് നാം നടന്നു തുടങ്ങിയത്. നേരെ വിജയത്തിലേക്ക് തന്നെ നടക്കണം. നിന്റെ ആവശ്യം കഴിഞ്ഞു, ഇനി നിനക്ക് പോകാം. ചിലർ ചിലപ്പോൾ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മളോട് പറയാതെ പറയുന്ന വാക്കുകളാണിത്. അന്നേരം നമുക്ക് നമ്മളോട് തന്നെ വല്ലാത്ത പുച്ഛം തോന്നും. സ്വയം സ്നേഹിക്കാൻ പഠിക്കണം. ആർക്കു വേണ്ടി എങ്കിലും നമുക്ക് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. സെൽഫ് ലവ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. വലിച്ചെറിഞ്ഞവരിലേക്ക് വീണ്ടും വലിഞ്ഞു കയറി ചെല്ലരുതേ. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചവരിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കുമരുത്. അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാത്തിടത്താണ്. തരുന്നിടത്ത് സ്നേഹം കൈപ്പറ്റാൻ ഒരുപാട് ആളുണ്ടാകും. അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പങ്കുപറ്റാൻ ഒരുപാട് ആളുകളും ഉണ്ടാകില്ല. ചെറിയ ഒരു തെറ്റ് ഉണ്ടാവുമ്പോഴേക്കും ബന്ധം അവസാനിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹബന്ധം. 1000 തെറ്റുകൾ ഉണ്ടായാലും ക്ഷമിച്ച് മനസ്സിലാക്കി കൊടുത്ത് ബന്ധങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് യഥാർത്ഥ സ്നേഹമുള്ളവർ. ഓരോ ദിവസവും ജീവിതത്തിലെ പുതിയ അധ്യായങ്ങളാണ്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നന്മയുടെയും ലോകമാകട്ടെ നമ്മിലെ ഓരോ ദിവസവും. മൂടൽമഞ്ഞിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴി ദൃശ്യമാകാത്തപ്പോൾ ദൂരേക്ക് നോക്കാൻ ശ്രമിക്കുന്നത് പ്രയോജനകരമല്ല. പാത തന്നെ തുറക്കപ്പെടും. അഹങ്കാരവും അഹംഭാവവുമുള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല.
നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയൂ. 2 സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക. 1. നിങ്ങളുടെ വാക്കുകളിൽ നിന്നും നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോൾ. 2. ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാകുമ്പോൾ. നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിലരിൽ ചിലപ്പോൾ ചിരി പടർത്തിയേക്കാം. എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാവരുത്. ആരെയും അമിതമായി വിശ്വസിക്കരുത്. കാരണം വെളിച്ചം ഉണ്ടാകുന്നതുവരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമുക്കൊപ്പമുണ്ടാവൂ. തിരമാലകൾ എനിക്കിഷ്ടമാണ്. അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നുവരാൻ ശ്രമിക്കുന്നു എന്നതാണ്. സ്നേഹം ആരെയും ആരിൽ നിന്നും തട്ടിയെടുക്കുന്നില്ല. സ്നേഹം ആരെയും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നില്ല. സ്നേഹം സ്നേഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിസ്സാരമായി ചിലപ്പോഴൊക്കെ മാപ്പ് കൊടുത്തുകൊണ്ട്, മറ്റു ചിലപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട്. ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാൻ ഉണ്ടാകും. ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാവും. പങ്കാളിക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു എന്നുള്ളതിനുള്ള 6 ലക്ഷണങ്ങൾ. 1. നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും. 2. പങ്കാളി നിങ്ങളെ പരമാവധി അവഗണിക്കാൻ ശ്രമിക്കും. 3. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കുറഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നും. 4. നിങ്ങളുടെ ജീവിതത്തോടോ ആഗ്രഹത്തോടോ അവർക്ക് താല്പര്യമുണ്ടാകില്ല. 5. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കുറയും എന്നതാണ് പ്രധാന ലക്ഷണം. 6. അവർ ഒഴിവുകഴിവ് പറയുന്നത് കൂടും എന്നതാണ് മറ്റൊരു ലക്ഷണം. നിങ്ങൾ ഒത്തു സമയം ചെലവഴിക്കാൻ വിസമ്മതിക്കും എന്നതാണ് മറ്റൊരു ലക്ഷണം. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ 3 കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. ഇത് സത്യമാണോ? അത് ആവശ്യമുള്ളതാണോ? അത് ദയയുള്ളതാണോ? നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന 6 കാര്യങ്ങൾ. 1. നിങ്ങളെ ആരെങ്കിലും വന്ന് രക്ഷിക്കുമെന്ന് വിചാരിക്കുന്നത്. 2. ഓരോ തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. 3. വരുമാനത്തേക്കാൾ ചിലവാകുന്നത്. 4. മണ്ടന്മാരുമായുള്ള കൂട്ടുകെട്ട്. 5. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത്. 6. നിങ്ങളെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത്. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞു നടക്കുന്നവർ നമ്മുടെ ലൈഫിൻ്റെ ഒരു പ്രധാന പങ്ക് നമ്മൾ കളയുന്നത് അത് ആലോചിച്ചിട്ടാണ്. ബാക്കിയുള്ളവരുടെ വിചാരം നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒന്നല്ല. ഒന്നും ചെയ്യാനില്ല നമുക്കതിൽ. ഇഷ്ടങ്ങളെ പിന്തുടരുക. തീർച്ചയായും ഒരിക്കൽ അത് നിങ്ങളുടെ നഷ്ടങ്ങൾ മറികടക്കും. വലിച്ചെറിഞ്ഞവരിലേക്ക് വീണ്ടും വലിഞ്ഞു കയറി ചെല്ലരുതേ. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച അവരിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കും. അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാത്തിടത്താണ്. തിരഞ്ഞെടുത്ത സ്നേഹം കൈപ്പറ്റാൻ ഒരുപാട് ആളുകളുണ്ടാകും. അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികൾ ഉണ്ടാവുകയുമില്ല. അതുപോലെ തന്നെ പങ്കുപറ്റാൻ ഒരുപാട് ആളുകളും ഉണ്ടാകില്ല. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. മറ്റൊരാൾക്ക് വേണ്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും കാലിടറിയ പാദങ്ങൾക്കും ഉരുകിത്തീരുന്ന മനസ്സിനും ഇനിയൊരു വിശ്രമം നൽകുക. ഇനി ഒരിക്കലും ഒരാൾക്കും കീഴ്പ്പെടുത്താത്ത രീതിയിൽ പുനർജനിക്കുക. അതിന് നിങ്ങൾക്ക് സാധിക്കും. ഒരിക്കൽ തുഴഞ്ഞ തോണി മറിഞ്ഞാൽ വീണ്ടും മറിയാതെ തുഴയാൻ നിങ്ങളത് പഠിച്ചിരിക്കും. ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് നിങ്ങളെ സഹായിക്കും. വിശ്വസിച്ചാൽ നിശബ്ദതയെപ്പോലും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കും തെറ്റിദ്ധരിക്കപ്പെടും. വിശ്വാസം എന്നാൽ ബന്ധങ്ങളുടെ ആത്മാവാണ് എന്നതിൽ വിശ്വസിക്കുക. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക.
കാരണം നിങ്ങൾ അവരെക്കാളും മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും അവരാണ്. അത്ര വലിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയൊന്നും കാത്തിരിക്കേണ്ടെന്നേ. മുറ്റത്ത് ഒരു പൂ വിരിഞ്ഞാൽ, വഴിയിൽ ഒരാൾ നോക്കി പുഞ്ചിരിച്ചാൽ, ബസ്സിലൊരു സൈഡ് സീറ്റ് കിട്ടിയാൽ, ഓർക്കാപ്പുറത്തൊരു മഴ പെയ്താൽ, ഇഷ്ടപ്പെട്ട പാട്ടൊന്ന് കേട്ടാൽ, അതൊക്കെ മതിയെന്നേ. ആ ദിവസം ഇങ്ങനെ കളറായിരിക്കാം. മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒന്നും നേടാൻ പോകുന്നില്ല. ഏതു സ്ത്രീയുമായാണ് ഒരു പുരുഷൻ കൂടുതൽ ഇടപഴകുന്നത്, ആ സ്ത്രീയുടെ തലത്തിലേക്ക് അയാളും എത്തപ്പെടും. തുടങ്ങിയതിൻ്റെ ഇരട്ടി വാശി ഉണ്ടെങ്കിലേ തുടരാനാകൂ. തുടങ്ങിയ സ്ഥലത്തിൻ്റെ സുരക്ഷിതത്വത്തേക്കാൾ എത്തിച്ചേരേണ്ട സ്ഥലത്തിൻ്റെ മഹനീയതയ്ക്ക് പ്രാധാന്യം നൽകുന്നവർ മാത്രമേ യാത്രകൾ പൂർത്തിയാക്കുകയുള്ളൂ. ചില ദുഃഖങ്ങൾ നാം സ്വയം ഏറ്റുവാങ്ങുന്നതാണ്. ദുഃഖം അനുഭവിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ സന്തോഷങ്ങൾക്ക് പിന്നിലും ധാരാളം കാരണങ്ങളുണ്ടാകും. അവ കണ്ടെത്തി ജീവിതത്തെ നിങ്ങൾ മനോഹരമാക്കുക. നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് പരാതിപ്പെടുന്നതിനേക്കാൾ സ്വയം മാറുന്നതാണ് നല്ലത്. കാരണം ലോകമെമ്പാടും പരവതാനി വിരിക്കുന്നതിലും എളുപ്പമാണ് സ്വന്തം കാലിൽ ചെരുപ്പ് ധരിക്കുന്നത്. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് ഒരിക്കലും അവർ അനുഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.